നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവിടെ ഉണ്ട്. നീ എന്തിനാ തനിച്ചിവിടെ വന്നിരിക്കുന്നേ? എന്താ ഇത്ര ആലോചന? വെറുതെ വടക്കില്ലത്ത് നടന്ന പൂജയെ പറ്റി ഓർത്തതാ. ആ പൂജയുടെ ഹാങ് ഓവർ ഇതുവരെ നിനക്ക് വിട്ടുമാറിയില്ലേ? അതെല്ലാം കഴിഞ്ഞില്ലേ? വടക്കില്ലത്ത് വെച്ച് എന്നെയും നിധി ചേച്ചിയും ഒരാൾ ആക്രമിച്ചതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? അതാരാ, എന്തിനാ ഞങ്ങളെ അറ്റാക്ക് ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒന്നും പിടികിട്ടുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നാ പോരെ. പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ എങ്ങനെയാ, വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആ ഭാഗം അങ്ങ് വിടും. എന്നാ പിന്നെ പഠിക്കാൻ പോവാതിരുന്ന പോരെ, അപ്പൊ അതും കുഴപ്പമില്ലല്ലോ. എന്നാലും അതാരായിരിക്കും? അതേതോ ഒരു കള്ളനാ. ആ ഇല്ലത്തെ ചുറ്റിപ്പറ്റി ഏതോ ഒരു കള്ളൻ നടക്കുന്നുണ്ട്. ആ മണികളും മോഷണം പോയില്ലേ? നിധി ചേച്ചിയുടെ ഫോൺ എടുക്കാൻ നിങ്ങൾ അകത്ത് കയറിയപ്പോഴായിരിക്കും കള്ളൻ നിങ്ങളെ കണ്ടത്. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. നീയേ അതിനെ കുറിച്ച് വെറുതെ ആലോചിച്ചോണ്ടിരിക്കാതെ മനസ്സിൽ നിന്ന് അതങ്ങെടുത്ത് കളാ. മുത്തച്ഛൻ പറഞ്ഞ പൂജ നമ്മളെല്ലാരും ചെയ്തു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്തു. പിന്നെ നീ മാത്രം എന്തിനാ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? പിന്നെ ഏത് രൂപത്തിലാണ് കഷ്ടകാലം നമ്മളെ തേടി വരുന്നതെന്ന് ആർക്കറിയാം. സത്യം. ആരാടാ വിളിക്കുന്നേ? എന്റെ അമ്മയാ. നിന്റെ അമ്മ നിന്നെ വല്ലപ്പോഴും വിളിക്കുന്ന ഒരാളല്ലേ? അമ്മ വിളിക്കുമ്പോ എല്ലാം ഇവൾക്ക് വയറ് നിറച്ച് വഴക്കല്ലേ കൊടുക്കാറുള്ളൂ. നീ എന്തിനാ അമ്മയുടെ കോള് കട്ട് ചെയ്ത്? എന്റെ അമ്മയുടെ കോള് നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നിന്റെ അമ്മ വിളിക്കില്ലല്ലോ. അതെ, അതെന്ത് മാറ്റർ ആയാലും എന്നെ മൂഡ് ഓഫ് ആക്കുന്നതായിരിക്കും. അനു, നീ കോള് കട്ട് ചെയ്തത് നിന്റെ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടെങ്കിലോ? ഇവളുടെ അമ്മയുടെ ദേഷ്യം ഇരട്ടിക്കാനാണ് സാധ്യത. നീ കോള് കട്ട് ചെയ്ത സ്ഥിതിക്ക് അമ്മയെ തിരിച്ചു വിളിക്കണം. അനു, നിന്റെ അമ്മയ്ക്ക് ദേഷ്യം തോന്നിയാ പിന്നെ പിടിച്ചാ പിടി കിട്ടൂലേ? പഴയ അനുഭവങ്ങള് പലതും ഞങ്ങൾക്കുണ്ട്. ഇവള് കോള് കട്ട് ചെയ്തുകൊണ്ട് പൂർവാധികം ഭാഷയോടെ വീണ്ടും കോള് വരേണ്ടതാണല്ലോ. ചിലപ്പോ അമ്മയുടെ കൈ അറിയാതെ തട്ടി കോള് വന്നതായിരിക്കും. നിങ്ങക്കേ ഇതുവരെ എന്റെ അമ്മയെ മനസ്സിലായില്ലേ? അറിയാതെ കൈതട്ടിയ പോലും എനിക്ക് കോള് വരാതിരിക്കാൻ എന്റെ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കും. എങ്കിലിപ്പൊ വിളിച്ചത് നിന്നോട് എന്തോ സംസാരിക്കാനാ. വോയിസ് മെസ്സേജ് എന്തേലും വന്നോ നോക്ക്. അതും വരില്ല. ഒരു ചാറ്റുകൾ പോലും ഇല്ലാത്ത പേജ് അത്. അനു, നീ ആ കോള് കട്ട് ചെയ്യല്ലേ? നീ കോൾ എടുത്തില്ലെങ്കിൽ അതിന് നിന്റെ അമ്മ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളെ ആയിരിക്കും. നിന്റെ അമ്മയ്ക്ക് അത്രയും സ്നേഹവാത്സല്യങ്ങളുള്ള കുട്ടികളാണല്ലോ ഞങ്ങള്. ആ കോൾ ഒന്ന് എടുക്കടി. എടുക്കാൻ എടുക്ക്. ഹലോ. ഞാൻ ആദ്യം വിളിച്ചപ്പോ നീ എന്തിനാ കോള് കട്ട് ചെയ്തത്? ഞാൻ കോള് കണ്ടില്ലായിരുന്നു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെയാ പറയാറ്. കോള് കണ്ടില്ല, പരീക്ഷയായിരുന്നു, ഉറങ്ങിപ്പോയി. ഇതൊക്കെ നീ പറഞ്ഞുണ്ടാക്കുന്ന കള്ളമാണെന്ന് എനിക്കറിയാം. എന്ത് പറഞ്ഞാലും വിശ്വാസമില്ലാത്തവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശ്വാസം ആർക്കാ ഇല്ലാത്തത്? നിനക്ക് എന്നോടോ എനിക്ക് നിന്നോടോ? പറയുമ്പോ കാര്യങ്ങള് സ്ട്രെയിറ്റ് ആയിട്ട് പറയണം. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ സംസാരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛന്റെ കാര്യം ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. അച്ഛന്റെ പേര് പോലും പറയാനുള്ള യോഗ്യത ഇവിടെ ആർക്കുമില്ല. ഷട്ടപ്പ്. എന്റെ നേരെ ഒച്ച വെക്കാനായോടി നീ? എന്റെ മകളാ നീ. ഞാൻ പറയുന്നതിന് മുകളിൽ ഒരു വാക്ക് പോലും നീ പറയുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയാണെന്ന് കരുതി പറയുന്നതെല്ലാം അനുസരിക്കാനൊന്നും പറ്റില്ല. അനുസരിക്കണമെങ്കിൽ അമ്മ അമ്മയായിരിക്കണം. രണ്ടുപേരുടെ വഴക്കായോ? എപ്പ വിളിച്ചാലും ഇതാണല്ലോ അവസ്ഥ. വിളിച്ച കാര്യം പറയോ? എനിക്കല്പം തിരക്കുണ്ട് ഇവിടെ. നാളെ വൈകിട്ട് ഞാൻ വണ്ടി അയക്കും. അതേ കയറി വീട്ടിലെത്തിയേക്കണം. നാളെ വരാനോ? നാളെ ഒന്നും വരാൻ എനിക്ക് പറ്റില്ല. എനിക്ക് കോളേജിൽ പ്രോജക്ട് വർക്ക് ഉള്ളതാ. വരാൻ പറ്റില്ല.
നിന്റെ പഠനത്തെ പറ്റിയൊന്നും എന്നോട് പറയണ്ട. ഇതൊക്കെ പലതവണ ഞാൻ കേട്ടിട്ടുള്ളതാ. നിന്റെ ഫ്രണ്ട്സിനെ വിട്ട് വരാതിരിക്കാൻ വേണ്ടി നീ ഇങ്ങനെ പലതും പറയും. അമ്മ എന്തിനാ എന്റെ ഫ്രണ്ട്സിനെ പറയുന്നേ? അവര് വെറുതെ വിട്ടേക്ക്. എനിക്ക് നാളെ അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ വണ്ടി അയക്കുമ്പോ നാളെ നീ അവിടുന്ന് പുറപ്പെട്ടിരിക്കണം. നീ ഇവിടെ വന്നേ പറ്റൂ. അമ്മ അമ്മയുടെ ഭാഗം പറഞ്ഞു. എന്റെ ഭാഗം അമ്മ കേൾക്കുന്ന പോലുമില്ല. എപ്പോഴും അമ്മ പറയുന്ന മാത്രം ഞാൻ കേട്ടോണ്ടിരിക്കണം. എനിക്കുമില്ലേ ഫീലിങ്സ്? അതൊന്നും മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്ക്. മതി, നിർത്ത. അധികം സംസാരിക്കണ്ട. നാളെ അവിടുന്ന് പുറപ്പെടാൻ തയ്യാറായിക്കോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. പറയുന്നതനുസരിക്ക്. നോ, എനിക്കത് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇതിനു വേണ്ടി എന്നെ ഇനി വിളിക്കണമെന്നില്ല. എന്താടി പ്രശ്നം? അമ്മയോട് നീ എന്തിനാ ഒച്ച വെച്ചേ? അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ? എന്താ നിന്റെ പ്രശ്നം എന്ന് പറ. ശ്ശോ, അവളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്. അവളുടെ അമ്മ വെറുതെ വിളിച്ചതല്ല, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഡീ, അനു, അമ്മ എന്തിനാ വിളിച്ചേ? ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യമൊന്നും ആയിരിക്കത്തില്ലല്ലോ. എടി, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളോട് പറ. അനു, നിന്റെ സങ്കടം കേൾക്കാനുള്ളവരല്ലേ ഞങ്ങള്. സങ്കടങ്ങളും സന്തോഷവും ഉണ്ടാവുമ്പോ പരസ്പരം ചായാനും ചാടിത്തുള്ളാനുള്ള ഇടമല്ലേ നമ്മുടെയൊക്കെ മനസ്സുകള്. നീ വിഷമിക്കാതെ കാര്യം പറ. അനു, നിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സങ്കടം വരിക. നീ കാര്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെക്കാളും മുമ്പ് ഞാൻ കരയും.